ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് NH-66 ആലപ്പുഴ ഭാഗത്തുള്ള കുറച്ച് അപ്ഡേറ്റ് കണ്ടാലോ. നമ്മുടെ ബീച്ച് റോഡും പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന. അപ്പോൾ നമുക്ക് വീഡിയോ பார்க்கலாம். ഹലോ ഫ്രണ്ട്സ്, ടൈം ഡാറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ NH-66 ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണാൻ വന്നതാണ്. അപ്പം നമുക്ക് ആലപ്പുഴയിലുള്ള NH-66 അപ്ഡേറ്റുകൾ பார்க்கலாம். പിന്നെ നമ്മൾ ഇവിടെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പഴയ ആലപ്പുഴ റെയിൽവേ ഗേറ്റാണ്. ഇത് ബീച്ച് റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ പോയി. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ച് റോഡുള്ള റെയിൽവേ ഗേറ്റിലാണ്. ആക്ച്വലി ഇത് പണ്ടത്തെ റെയിൽവേ ഗേറ്റാണ് കേട്ടോ. ആക്ച്വലി ഇതിലൂടെ നമുക്ക് ഒരു ഒറ്റ റെയിൽവേ ട്രാക്കേ ഉള്ളൂ. റൈറ്റിലേക്ക് പോകുന്നത് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തോട്ടും, ലെഫ്റ്റിലേക്ക് പോകുന്നത് എറണാകുളം ഭാഗത്തോട്ടും തൃശ്ശൂർ ഭാഗത്തോട്ടും. പിന്നെ നമ്മുടെ മുകളിൽ കൂടി ആലപ്പുഴയിലെ ബൈപ്പാസ് പോയിട്ടുണ്ട്. ആക്ച്വലി ആ ബൈപ്പാസ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 40 വേണ്ടി വന്നായിരുന്നു. എന്തായാലും പുതിയ ബൈപ്പാസിൻ്റെ സ്പീഡ് റാപ്പിഡ് വേഗത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അപ്പുറം ക്രോസ് ചെയ്ത് നേരെ നമ്മൾ എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ്. ആക്ച്വലി നമുക്ക് ഇവിടെ അപ്പോഴത്തെ പുതിയ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി பார்க்கலாம். എന്തായാലും അടിപൊളിയാണ്. റാപ്പിഡ് സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. വർക്ക് ഒരു രക്ഷയുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നോക്കിക്കോട്ടെ, ഇവിടെയൊക്കെ ഒത്തിരി ഗട്ടറുകൾ അല്ലെങ്കിൽ ഐ ഗ്രൈൻഡറുകൾ ഇൻസ്റ്റാൾ വെച്ച് നമുക്ക് കാണാൻ പറ്റും. കണ്ട പില്ലറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുതിയ ബൈപ്പാസിൻ്റെ. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ബീച്ച് റോഡിൻ്റെ ഭാഗത്താണ്, അടിഭാഗത്താണ് മറ്റേ ബൈപ്പാസിൻ്റെ. എന്തായാലും ഇവിടെയൊക്കെ നല്ല റാപ്പിഡ് സ്പീഡിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് വേറെ എറണാകുളം ജില്ല ഭാഗത്തോട്ടാണ്. എറണാകുളം ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ പൊളി കേട്ടോ. പക്ഷെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൈപ്പാസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഏകദേശം ഒരു 40 വർഷത്തോളം എടുത്തായിരുന്നു. കണ്ട ഇവിടെയൊക്കെ തന്നെ അതിൻ്റെ സ്പെയർ പാർട്സുകൾ, നമ്മുടെ ഗഡറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഐ ഗ്രൈൻഡറുകൾ. ആക്ച്വലി എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല, ഗഡറുകളാണെന്ന് തോന്നുന്നു കറക്റ്റ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വർക്ക് നല്ല റാപ്പിഡ് സ്പീഡിലാണ്. എന്തായാലും ഇതിൻ്റെ അടുത്തുള്ള ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കണ്ട ഇത് നമ്മളിപ്പോൾ പഴയ ചെറിയ റോഡാണ്. ഇനി ആക്ച്വലി ഈ റോഡ് ക്ലോസ് ആകുമോ എന്ന് അറിയത്തില്ല. മറ്റേ പുതിയ ബൈപ്പാസ് നിയമത്തിൽ മിക്കവാറും ഈ റോഡ് ക്ലോസ് ആകുമായിരിക്കാം, കണ്ടറിയാം ഭാവിയിൽ നിന്നുള്ളത്. എന്തായാലും അപ്പം നമ്മളിതാ മറ്റേ ബൈപ്പാസിൻ്റെ അറ്റമെത്തേട്ട നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തിൻ്റെ അറ്റമെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ പാസ് വന്നായിരുന്നു, പക്ഷേ അത് ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരു 40 കിലോമീറ്റർ വേഗതയിൽ പോകാനായിട്ട് ടോൾ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ ചോദ്യം. കാരണം ആ ബൈപ്പാസിൻ്റെ നീളം വരുന്ന 7 കിലോമീറ്ററിൽ മേലെയുണ്ട്. പക്ഷേ നമുക്ക് 40 കിലോമീറ്റർ 30 കിലോമീറ്റർ സ്പീഡിലെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ള ബൈപ്പാസിനകത്ത്. കണ്ട ഇവിടെയൊക്കെ ഒത്തിരി മെറ്റലുകൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതിൽ ടാറിങ് വർക്ക് സ്റ്റാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിത് നേരെ എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ്. അടിപൊളിയല്ല നോക്കിയേ. പക്ഷെ നല്ല രീതിയിലൂടെ മാറിപ്പോട്ടെ. നമുക്കിതിൻ്റെ പഴയ വീഡിയോയിൽ നമ്മുടെ ബൈപ്പാസിൻ്റെ ഇന്നാഗ്രേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇത്തിരി പഴയ വീഡിയോയിലുണ്ട്. അന്ന് തന്നെയായിരുന്നു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ഫസ്റ്റ് ഡേ തന്നെ ആയിട്ട് ഒരു നിസാൻ ലോറി, അതുപോലെ ജീപ്പ്, പിന്നെ കാറുകൾ തമ്മിലായിട്ട് കൂട്ടിടിച്ചായിരുന്നു. അത് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അതേപോലെ ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോൾ പ്ലാസ. ഈ ടോൾ പ്ലാസയിൽ ഒരു ലോറി കയറിയിട്ട് ഇടിച്ച് ടോൾ പ്ലാസ പൊളിച്ചതായിരുന്നു. എന്തായാലും 2 ബൈപ്പാസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും പിന്നെ ടോൾ ഓപ്പൺ ആകാൻ ചാൻസ് ഉള്ളത്. കാരണം നമുക്കൊരു 40 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ നമുക്ക് ടോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അടുത്ത ബൈപ്പാസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മിക്കവാറും സിഗ്നൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പറ്റിയ മണത്തിന് ചെന്നിട്ട് തന്നെ നമ്മുടെ ബൈപ്പാസ് എൻഡ് ആവുന്ന സിഗ്നലാണ് സ്റ്റാർട്ടാകുന്ന സിഗ്നൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ പറയുന്നത് കറക്റ്റായിട്ടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കന്യാകുമാരി മുതൽ മുംബൈ പോകുന്ന ഒരു കിടക്കാച്ചി റോഡാണ് NH-66.
ഏകദേശം ഒരു 15-14 ടോൾ പ്ലാസ കാണണം കേരളത്തിൽ തന്നെ ആയിട്ട്. പിന്നെ നമുക്കൊരു 100 കിലോമീറ്റർ 120 കിലോമീറ്റർ വേഗതയിലെങ്കിലും പോകാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ ബൈപ്പാസ് കൊണ്ട് നമുക്ക് ഈ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് നോക്കാം എന്താകുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ സിഗ്നൽ ഭാഗത്ത് തരണ്ടേ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്നൽ ഇല്ലായിരിക്കാൻ വേണ്ടി നമ്മൾ ബൈപ്പാസ് പണിയും, നമ്മുടെ ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസ് പണിയുന്നു. പക്ഷെ നമുക്ക് സംഭവിച്ചതെന്നാണ്, 2 സൈഡിലെല്ലാം നടുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴ ബൈപ്പാസ് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൂളിഷ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം വെറുതെ സിഗ്നൽ കാരണം നമ്മുടെ സമയം വേസ്റ്റ് ആവും. ആക്ച്വലി നമ്മുടെ ഈ വീഡിയോ അത്ര ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ല കേട്ടോ, ഇത്തിരി പഴക്കമുണ്ട്, എന്നാലും അത്ര പഴക്കവുമല്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ചാനൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ട അപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ, നമുക്ക് ഇവിടുന്ന് നമ്മുടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരം ആലപ്പുഴ പോകുന്നത് ഭയങ്കര ശോകമാണ്. കാരണം നമുക്കൊരു 30-40 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഇന്നലെ വരെയും പോകാൻ പറ്റും. എന്നാലും ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നല്ല റാപ്പിഡ് സ്പീഡിൽ തന്നെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സമയം നല്ല രീതിയിൽ ഈ ബ്ലോക്കിൽ കിടന്ന് വേസ്റ്റ് ആകുമായിരുന്നു. നമ്മൾ പോയത് നമ്മുടെ ഹോണായിട്ട് ബൈക്കിലായിരുന്നേ. പക്ഷെ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള റാഷ് ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ സ്പോട്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം, നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കേണ്ടി വരും. കണ്ട അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്, അടിപൊളി ചെയ്യുന്നതാണ്. അപ്പോൾ മിക്കവാറും സിഗ്നൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും കൂടി പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല പൊളിയായിരിക്കും. പിന്നെ സർവീസ് റോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ആറുവരി പാതയുമാണ്. എന്തായാലും അടിപൊളി. ഇപ്പം നമ്മളിപ്പോൾ തുറവൂർ ഭാഗത്ത് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടി ദൂരമുണ്ട്. എന്തായാലും തുറവൂരിൽ നിന്നുമാണ് നമ്മളുടെ ഒരു 6 വഴി നമ്മുടെ ഈ വാലേറ്റഡ് ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ വൈറ്റില മുതൽ നമ്മുടെ എടപ്പള്ളിയുടെ അപ്പുറം വരെ അതേമാതിരി ഒരു ഈ വാലേറ്റഡ് ഹൈവേ ഉണ്ടെങ്കിൽ എടപ്പള്ളിയിലെ ബ്ലോക്കും കൂടി ഒന്ന് കംപ്ലീറ്റ്ലി ക്ലോസ് ആകുമായിരിക്കണം. കണ്ടറിയാൻ എന്താകുമെന്ന്. പക്ഷേ എടപ്പള്ളിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ 100% അറിയാൻ പറ്റിയായിരുന്നത്. അതുകൊണ്ട് എടപ്പള്ളി ഭാഗത്ത് ബ്ലോക്ക് മാറുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും കയ്യിലുണ്ട്. എന്തായാലും പണി കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാം ബ്ലോക്ക് മാറോ ഇല്ല എന്നുള്ളത്. എന്തായാലും നമ്മളീ പോകുന്ന ഭാഗത്തൊക്കെ നേരത്തെ ഒത്തിരി അടുത്ത് ബിൽഡിങ്സ് ഉണ്ടായിരുന്നതാണ്, അത് കംപ്ലീറ്റ് പൊളിച്ച് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആറൊരു പാത മിക്കവാറും പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടറിയാം എങ്ങനെയാകുന്നുള്ളത്. കാരണം നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ മുംബൈയിലേക്ക് പോകുന്ന ഒരു കിടക്കാച്ചി റൂട്ടാണ്. പിന്നെ അതെന്തായാലും നമുക്കിപ്പോൾ കാശ്മീരിലേക്ക് നമുക്ക് മുംബൈയിൽ പോകാൻ പറ്റുമല്ലോ. എന്തായാലും നല്ല റാപ്പിഡ് സ്പീഡിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നുള്ളത് ആലപ്പുഴ ഭാഗത്ത് തന്നെയാണ്. ഏതാ സ്പോട്ട് എന്നുള്ളത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകേണ്ടി വന്നായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ നേരെ തുറവൂർ മുഹമ്മ ഭാഗത്തേക്ക് എത്താറാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. എന്തായാലും നേരത്തെ റോഡിലൂടെ പോകുന്ന സമയത്ത് വളരെ സ്ലോ ആയിരുന്നു, കാരണം നല്ല റിസ്കി റോഡായിരുന്നു. കാരണം ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു മെയിൻ ഏരിയ നമ്മൾ ഈ പോണ ഭാഗത്തായിട്ട്. ഇനി എന്തായാലും അതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി വണ്ടികൾ ഈ ഭാഗത്തൊക്കെ ആക്സിഡൻ്റ് ആയിട്ടുള്ളതാണ്. ഇവൻ ഞാൻ പോയ സമയത്ത് തന്നെ എൻ്റെ വണ്ടി തന്നെ സൈഡ് ഇടിച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു. ഒരു ലോറിക്കാരൻ വന്ന് എൻ്റെ മേത്തോട്ട് വന്ന് കയറിയതായിരുന്നു. ഭാഗ്യം കൊണ്ട് കാറിൻ്റെ ഡോർ മാത്രം പൊട്ടി തീർന്നുള്ളൂ, നമുക്കൊന്നും പറ്റിയില്ലായിരുന്നു, ആർക്കും ഒരു വഴുക്കോലും പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മളെ സ്പോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. കണ്ട നല്ല രീതിയിലുള്ള പൊടി ശല്യമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് പോവുക. കാരണം റോഡിൽ നല്ല പൊടിമണം ഉള്ളത് കൊണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്തായാലും നല്ല സ്പീഡിൽ തന്നെയാണ്. കാരണം നമ്മൾ തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ നല്ല റാപ്പിഡ് സ്പീഡല്ലേ. പിന്നെ ഏറ്റവും വലിയ കോമഡി അതല്ല, നമ്മുടെ സീപോർട്ട് എയർപോർട്ടോട് ഏകദേശം ഒരു 3-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലും 4-5 കൊല്ലമായിട്ട് ഒന്നുമായിട്ടില്ല. മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ 1-2 ദിവസം മാത്രം വർക്കേഴ്സിനോടൊക്കെ കാണാറുള്ളൂ. ഇതുവരെയുമായിട്ട് അതൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ കൊച്ചിയുടെ സെക്കൻഡ് ഫേസ് മെട്രോ വർക്കും റാപ്പിഡ് സ്ലോയിലാണ് പോകുന്നത്. ദയവായി ഇതൊക്കെ ഒന്ന് സ്പീഡ് കംപ്ലീറ്റ് ആയെങ്കിലാണ് നമ്മുടെ നാടിനൊക്കെ ഒരു വികസനം ഉണ്ടാകത്തുള്ളൂ. ഇതേമാതിരി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വർക്ക് പോലെയാണ് നമ്മുടെ കേരള സർക്കാരും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. കാരണം കേരള സർക്കാരിൻ്റെ വർക്ക് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അതാണ് ഏറ്റവും വലിയൊരു തൊല്ല. കാരണം ഒരു 7 കിലോമീറ്റർ പാലം നമ്മുടെ ബൈപ്പാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് 40 വർഷം എന്നൊന്ന് ആലോചിക്കും. നമ്മുടെ നാട് എത്ര കൊല്ലം പുറകിലേക്കാണ് ചിന്തിക്കണേന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ NH-66 കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ കേരളം അടിപൊളി. കാരണം കണ്ട എല്ലാ ഭാഗത്തും ജംഗ്ഷനിലൊക്കെ ഫ്ലൈ ഓവറാണ് അതിൻ്റെ വരുന്നുണ്ട്, ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും എല്ലാ ഭാഗത്തും സിഗ്നൽ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊക്കത്തിൽ തന്നെയാണ് ഇത് പണിയുന്നത്. ഇനി ഇതിനടി കൂടി കണ്ടെയ്നർ റോഡൊക്കെ നല്ല കൂളായിട്ട് തന്നെ തിരിയാൻ പറ്റണം. കാരണം അങ്ങനെ രീതി തന്നെ പണിയുന്നത്, തിരിഞ്ഞ് സ്മൂത്തായിട്ട് തന്നെ പോകാൻ പറ്റണം. എന്തായാലും നമ്മുടെ എടപ്പള്ളി ഭാഗത്തുള്ള സർവീസ് റോഡിന് നല്ല രീതിയിലുള്ള വീതി ഉള്ളത് കൊണ്ട് എന്തായാലും അത്രയും തന്നെ വീതി ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകും, കംപ്ലീറ്റ്ലി ഉണ്ടാകും. അങ്ങനെ നമ്മളിത്
കണ്ട ആ ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് ആരംഭിച്ചാണെന്ന് തോന്നുന്നു. കണ്ട വണ്ടിയുടെ നമുക്ക് അടിപൊളിയല്ല, അതിൽ കൂടി നമ്മുടെ വണ്ടിയൊക്കെ പോകുന്നത് കണ്ട സ്മൂത്തായിട്ട് സർവീസ് റോഡിൻ്റെ ചില ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞത് കംപ്ലീറ്റ്ലി തീർക്കുന്നില്ല, പകുതിയായിട്ടാണ് തീർക്കുന്നത്. പിന്നെ ചില ഭാഗത്തൊക്കെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റും കാണാൻ പറ്റിയായിരുന്നു. കണ്ടോ നോക്കിയേ, ആക്ച്വലി ആ ഇലക്ട്രിക് ലൈനിൻ്റെ പോസ്റ്റൊക്കെ മാറ്റിയിട്ട് വേണ്ട നമ്മുടെ ഈ ലൈനൊക്കെ റോഡൊക്കെ റെഡി ആക്കാനായിട്ട്. എന്തായാലും അതൊക്കെ ഭാവിയിൽ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം, കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നമ്മുടെ NH-66 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ടോൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് കണ്ടറിയാം. ഒരു 11-14 അല്ലെങ്കിൽ ടോൾ പാസ് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 14,000 രൂപയോളം ടോൾ കൊടുത്ത് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു 1,000 രൂപ, 1,500, 2,000 രൂപ ഒക്കെ ഉണ്ടാവണം. ഒരു വൺ സൈഡ് എങ്ങനെ വന്നാലും ഒരു 100 രൂപ എബവ് ഉണ്ടാവും, ഉറപ്പാണ് ആ കാര്യത്തിൽ. കാരണം ഈ റോഡ് ആരംഭിക്കുന്ന നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ നേരെ മുംബൈയിലേക്കാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ടോൾ ഭാഗത്ത് ഉണ്ടാകണ്ട. അത് ലെഫ്റ്റ് സൈഡിൽ ഭാഗത്ത് സർവീസ് റോഡിനവർക്ക് ആയിട്ടുണ്ട്, അടിപൊളിയല്ല കാണാനായിട്ട്. എന്തായാലും നേരെ ഉണ്ടാവണം, അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ഓടാൻ പറ്റണം. എന്തായാലും ഞാൻ എന്തായാലും ഈ വീഡിയോ ഡീറ്റെയിൽസൊന്നും പറയുന്നില്ല. കാരണം എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഉടനെ തന്നെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ എടുത്തൊരു വീഡിയോ ആണേ, അടിപൊളിയല്ലേ കാണാനായിട്ട്, സൂപ്പർ. എന്തായാലും ആ കാണുന്ന പോസ്റ്റൊക്കെ ഇനി ചിലപ്പോൾ ഉണ്ടാകത്തില്ലല്ലോ, സൈഡിൽ കാണുന്ന പോസ്റ്റ് മുകളിൽ കണ്ട ഇലക്ട്രിക് പോസ്റ്റൊക്കെ എടുത്ത് മാറ്റി ഇനി കാരണം മണ്ണിൻ്റെ അടി കൂടി തന്നെ ലൈൻ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അറിയുമ്പോൾ അത്ര സേഫ് അല്ല. കാരണം ഇത് രണ്ടുവരി പാതയായതുകൊണ്ട് നടുക്ക് മീഡിയനോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഓവർടേക്ക് ആകുന്ന കാലത്ത് വിൽക്ക ആൾക്കാർ റോങ് സൈഡിലോട്ട് കയറി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കുറച്ചൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. നമ്മൾ ക്യാമറ വെക്കുമ്പോഴത്തേക്ക് ഇവന്മാർ മര്യാദ ഓടിക്കും, ക്യാമറ വെച്ച് പോകുമ്പോഴത്തേക്കാണ് ഇവന്മാരെ കിട്ടാത്തത്. അല്ല ക്യാമറ ഓഫ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഇവന്മാർ നമ്മുടെ സൈഡിലോട്ട് ഒന്ന് കയറുന്നത്. ഈ ഭാഗത്ത് സ്ഥിരം അങ്ങനെ കണ്ടായിരുന്നു. എന്തായാലും നമുക്കത് വീഡിയോയിൽ കിട്ടാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമ്മളിതാ ലെഫ്റ്റ് എടുത്ത് പോകണേ, ലെഫ്റ്റ് എടുത്തില്ല, നമ്മൾ നേരെ എടുത്ത് തന്നെ പോകുന്നത്. ആ ലെഫ്റ്റും പോകണം നമ്മുടെ ബീച്ച് റോഡിലേക്ക് തന്നെയാണ് ഈ തോന്നുന്നത്, ബീച്ച് റോഡ് തന്നെ ആയിരിക്കണം. എന്തായാലും നമ്മുടെ ബീച്ച് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ബീച്ച് റോഡിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ചെയ്യാൻ നമ്മൾ എന്തായാലും NH-66 സീരീസ് കൂട്ടുന്നില്ല. ആക്ച്വലി നമ്മൾ ഇത് വെറുതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും പറയാം. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കിടക്കാച്ച് വീഡിയോ കൊണ്ടുവിടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ എടപ്പള്ളി ഭാഗത്തുള്ള പുതിയ എപ്പിസോഡ്. ആക്ച്വലി ഇത് ഇത്തിരി ഒരു 2-3 months ബാക്കുള്ളൊരു വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിയായിരുന്നു. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്തായാലും നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് തന്നെ നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ മുംബൈ വരെ ഇതിലൂടെ പോകാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. എന്തായാലും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് കൊണ്ട് മിക്കവാറും ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ റോഡ് ഓപ്പൺ ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ മഴക്കാലമാണ് വരുന്നത്, അപ്പോൾ മഴക്കാലം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വർക്കൊന്ന് ബ്രേക്ക് ആകുമായിരിക്കാം. കാരണം ലേറ്റസ്റ്റ് മെഷീൻ വെച്ചാണ് ഇവരൊക്കെ റോഡ് വർക്ക് ചെയ്യുന്നത്. അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷോർട്സിലും കുറച്ച് ചെയ്തിട്ടുണ്ട്. ദയവായി അതൊക്കെ ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നത് എടപ്പള്ളി ഭാഗത്ത് അപ്ഡേറ്റ് ആണ് കണ്ട, ഇതേമാതിരി തന്നെയാണ് നമ്മുടെ എടപ്പള്ളി ഭാഗത്തും പോകുന്നത്. എന്തായാലും നമുക്കിനി കൂനമ്മാവ് അതുപോലെ തന്നെ നമ്മുടെ പറൂർ എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. But thanks for watching. Have a nice day.